ഞാൻ ജയപ്രകാശ്. അവിയൽ ഡയറീസിന്റെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ശനിയാഴ്ചയാണ്. സമയം ഏകദേശം 6:45 കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ റൂമിൽ നിന്ന് കുളിയെല്ലാം കഴിഞ്ഞ് ഫ്രഷായി ഇറങ്ങിയപ്പോഴത്തേക്ക് 6:45 ഇന്നലത്തെ വെള്ളിയാഴ്ചത്തെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് തിരക്ക് കുറവാണെന്ന് പറയാൻ സാധിക്കുകയില്ല. ഇന്നും നല്ല തിരക്കുണ്ട് അമ്പലത്തിൽ. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ഇന്ത്യയിലെ കർണാടക സംസ്ഥാനത്തെ തുളുനാട് മേഖലയിൽ ഉടുപ്പി ജില്ലയിലെ ബൈന്ദൂർ താലൂക്കിലെ കൊല്ലൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാതൃദേവതയായ മൂകാംബികയ്ക്ക് സമർപ്പിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണിത്. സാമാന്യം ഭക്തജനങ്ങളുടെ നല്ല തിരക്കുള്ളതിനാൽ ക്ഷേത്രത്തിന്റെ സൈഡിലെ ക്യൂ കോംപ്ലക്സും കഴിഞ്ഞ് വെളിയിലുള്ള ക്യൂ കോംപ്ലക്സ് ലൈനിലൂടെ ഭക്തജനങ്ങൾ നിരന്നു കഴിഞ്ഞിരിക്കുന്നു. ക്ഷേത്ര ദീപാരാധന നടക്കുന്നതിനാൽ പതിയെ പതിയെയാണ് ക്യൂ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലൂർ ശ്രീക്ഷേത്രം പരശുരാമന്റെ സൃഷ്ടിയിലെ 7 മോക്ഷ വാസസ്ഥലങ്ങളിൽ ഒന്നാണ്. ആദിശങ്കരാചാര്യർ സ്ഥാപിച്ചതാണ് ശ്രീക്ഷേത്രം. ശക്തി ദേവതയെ ആരാധിക്കുന്ന ഒരു വാസസ്ഥലമാണിത്. പേപ്പറിൽ എഴുതി കൊണ്ടുവന്നിരിക്കുന്ന മന്ത്രങ്ങൾ ഉരിയാടിക്കൊണ്ട് ക്ഷേത്രത്തിന് പ്രദക്ഷിണം വയ്ക്കുന്ന ഒരു ഭക്തയാണ് ഇപ്പോൾ നടന്നു നീങ്ങിയത്. ആ ഭക്ത ഈ ക്ഷേത്രത്തിന് നിരവധി തവണയാണ് മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് പ്രദക്ഷിണം വയ്ക്കുന്നത്. ഇതുപോലെ നിരവധി ഭക്തജനങ്ങൾ മന്ത്രങ്ങൾ ഉരയാടി പ്രദക്ഷിണം വയ്ക്കുന്നതും ഇവിടെ കാണാൻ സാധിക്കും. ശക്തി ദേവതയാണ് മൂകാംബികയെ ഇവിടെ ആരാധിക്കുന്നത്. ഇവിടെ ദേവിക്ക് സമർപ്പിക്കുന്നതിനായി തട്ടുകളിൽ പുഷ്പങ്ങളും ഏന്തിയാണ് ഇരിക്കുന്നത്. ദേവിയെ 3 വട്ടം പ്രദക്ഷിണം ചെയ്യുന്നതാണ് ഈ കാണുന്നത്. മൂകാംബിക എന്നറിയപ്പെടുന്ന രാക്ഷസൻ കംഹാസുരനെ ഈ ക്ഷേത്രത്തിൽ വധിച്ചു. ലിംഗം ഇടതുവശത്ത് മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നിവയുമായി സംയോജിപ്പിച്ചിരിക്കുന്നതിനാൽ മൂകാംബിക ഒരു ആദിശക്തിയാണ്. ഈ രൂപത്തിലുള്ള ആദിശക്തിയെ ഇവിടെ മാത്രമേ കാണാൻ കഴിയൂ. ഉൽഫാലിംഗത്തിന്റെ രൂപത്തിൽ വലതുവശത്ത് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവരെയും സംയോജിപ്പിച്ചിരിക്കുന്നു. ഈ ജ്യോതിർലിംഗത്തെ ഇടത് വലത് ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്ന ഒരു സ്വർണ്ണ ശൃംഖലയുണ്ട്. ലിംഗത്തിന്റെ ഇടതുവശം ശക്തിയെയും വലത് ഭാഗം ശിവനെയും പ്രതിനിധീകരിക്കുന്നു. ധ്യാനത്തിനിടെ ദേവി തൻ്റെ ദിവ്യദൃഷ്ടിയിൽ പ്രത്യക്ഷപ്പെട്ടതിനാൽ ആദിശങ്കരൻ ദേവിയുടെ പ്രതിമ ശ്രീചക്ര യന്ത്രത്തിൽ സ്ഥാപിച്ചു. ശ്രീശങ്കരാചാര്യരുടെ പീഠം ക്ഷേത്രത്തിൻ്റെ സങ്കേതത്തിൻ്റെ പടിഞ്ഞാറ് വശത്താണ്. ആദിശങ്കരാചാര്യർ രൂപപ്പെടുത്തിയ വിജയഗമ സമ്പ്രദായമനുസരിച്ച് ഇന്നും ആരാധനക്രമം തുടരുന്നു. എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് നിർമ്മാല്യ പൂജ നടത്തുന്നു. ആ സമയത്ത് ഭക്തർക്ക് സ്വയംഭൂലിംഗം ദർശിക്കാൻ അവസരമുണ്ട്. എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ ത്രികാല പൂജ നടത്തുന്നു. ആയിരക്കണക്കിന് ഭക്തർ തങ്ങളുടെ പ്രശ്നങ്ങൾ, വേദനകൾ, ബുദ്ധിമുട്ടുകൾ എന്നിവയിൽ നിന്ന് ആശ്വാസം കണ്ടെത്താനോ മതപരമായ വ്രതങ്ങൾ സമർപ്പിക്കാനോ പരിതസ്ഥിതിയുടെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനോ ക്ഷേത്രം സന്ദർശിക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തർ എല്ലാ ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ശ്രാവണ മാസത്തിലെ ഫാൽഗുണ മാസത്തിലെ ഒരു മൂല നക്ഷത്ര ദിനത്തിലും ശ്രീദേവിയുടെ
ജന്മദിനം ശ്രീ ക്ഷേത്രം സന്ദർശിക്കുന്നു. പ്രധാന രാഷ്ട്രീയക്കാർ, ജനപ്രതിനിധികൾ, സിനിമാ താരങ്ങൾ, പ്രമുഖ വ്യവസായികൾ തുടങ്ങിയവർ ഈ ക്ഷേത്രം പതിവായി സന്ദർശിക്കാറുണ്ട്. പ്രശസ്ത ഗായകൻ ശ്രീ യേശുദാസ് എല്ലാ വർഷവും തൻ്റെ ജന്മദിനത്തിൽ ചണ്ഡിക ഹോമസേവയും ദേവിയുടെ ദർശനവും നടത്തുന്നു. എല്ലാ പരമ്പരാഗത ഹിന്ദു ഉത്സവങ്ങളും ആഘോഷിക്കുന്നു. നവരാത്രി ഉത്സവ ദിവസങ്ങളിൽ ഭക്തരുടെ സന്ദർശനം ഉച്ചസ്ഥായിയിലെത്തുന്നു. മൂകാംബികയുടെ വാസസ്ഥലമായതിനാൽ കൊല്ലൂർ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായി മാറിയിരിക്കുന്നുവെന്ന് ഡി എല്ലാവയലെ എഴുതിയിട്ടുണ്ട്. ഈ സ്ഥലം വളരെ പവിത്രമാണ്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഭക്തർ തീർത്ഥാടനത്തിനായി ഇവിടെ സന്ദർശിക്കുകയും തപസ്സും മറ്റു മതപരമായ ആരാധനകളും നടത്തുകയും സംരക്ഷിത വികാരങ്ങളോടെ മടങ്ങുകയും ചെയ്യുന്നു. ഈ ക്ഷേത്രം സന്ദർശിക്കുന്ന ഭക്തരിൽ ഏകദേശം 50% കേരളത്തിൽ നിന്നുള്ളവരും 25% തമിഴ്നാട്ടിൽ നിന്നുള്ളവരും 25% കർണാടകയിൽ നിന്നുമുള്ളവരാണെന്നാണ് കണക്ക്. ആന്ധ്ര, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുള്ള ഭക്തരും ക്ഷേത്രം സന്ദർശിക്കുന്നു. ക്ഷേത്രം പ്രധാന സാമൂഹിക പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നു. കൊല്ലൂരിന് ചുറ്റുമുള്ള നിരവധി ഹൈസ്കൂളുകളും പ്രീ യൂണിവേഴ്സിറ്റി കോളേജുകളും ക്ഷേത്രം പരിപാലിക്കുന്നു. ക്ഷേത്രം സന്ദർശിക്കുന്ന ഭക്തരുടെ പ്രയോജനത്തിനും സുഖസൗകര്യങ്ങൾക്കുമായി നല്ല ലോഡ്ജുകളും പാർക്കുകളും സജ്ജീകരിച്ചിരിക്കുന്നു. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വെളിയിലിറങ്ങി അന്നപ്രസാദ പുരയിൽ ഞങ്ങൾ പ്രസാദം കഴിക്കുന്നതിന് വേണ്ടി ഇരിക്കുകയാണ്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഇവിടെ പ്രസാദം കൊടുക്കുന്ന സ്ഥലമാണ്. എത്ര ഭക്തജനങ്ങൾ ഉണ്ടെങ്കിലും ഉച്ചയ്ക്കും വൈകിട്ടും അന്നപ്രസാദം ഇവിടെ എല്ലാ ദിവസവും കൊടുക്കുന്നു. ഇവിടെ നിന്ന് അന്നപ്രസാദവും കഴിച്ചു കഴിഞ്ഞ് റൂമിൽ പോയി സുഖമായി വിശ്രമിച്ച് നാളെ രാവിലെ വെളുപ്പിനെ ദർശനം ചെയ്യാമെന്ന് കരുതി ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തു. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. അവിയൽ ഡയറീസിന് വേണ്ടി ജയപ്രകാശ്.